എല്ലാ മക്കൾക്കും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സദ്യയിലൊക്കെ വിളമ്പുന്ന മാങ്ങച്ചാർ നമുക്ക് തയ്യാറാക്കാം. നേരം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോവാട്ടോ. 2 മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് മാങ്ങ ചെറുതായിട്ട് അരിയണം. ഉലുവയും കായവും എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഉലുവയും 1 കഷ്ണം കായവും ഉലുവയും എണ്ണയിൽ വറുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. വറുത്ത എണ്ണയോടുകൂടി തന്നെ എടുത്ത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെറുതായി അരിഞ്ഞ മാങ്ങ പൊടിച്ച പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 2.5 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി കൈകൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സദ്യയിൽ അപ്പം തന്നെ വിളമ്പുന്ന മാങ്ങാച്ചാറാണിത്. അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ മാങ്ങ മിക്സ് ചെയ്തെടുക്കുന്നത്. വിനാഗിരി ഒഴിക്കൊന്നും വേണ്ട. വിനാഗിരി ഒഴിക്കണവർക്ക് അല്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വട്ടത്തിൽ അരിഞ്ഞു വെച്ച 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 10-12 വെളുത്തുള്ളി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും നമ്മൾ ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്താണ് കേട്ടോ. ഇനി 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. മൂത്ത് വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സദ്യയിൽ വിളമ്പുന്ന ഒരു മാങ്ങച്ചാറാണ് ഇത് കേട്ടോ. ഇതെല്ലാം മൂപ്പിച്ചെടുത്തത് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഓണസദ്യ സ്പെഷ്യൽ അച്ചാർ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ മക്കളെ. ഇനി ഇതുപോലെ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം കേട്ടോ മക്കളെ.